ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്വപ്നയെ കണ്ട് അക്കാമ്മ പറയണേ, ഇത് ഞങ്ങളുടെ താവളമാണ്, ഇവിടെ വന്ന് കളിക്കാൻ നിൽക്കണ്ട മോളെ, ഇവിടെ എല്ലാവരും CCTV പോലെ നോക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ നിന്നെ അങ്ങ് കൊല്ലാം, പിന്നീട് ജയിൽ ചാടി എന്നങ്ങ് പറഞ്ഞുണ്ടാക്കിയാൽ മതി, ആരും അന്വേഷണത്തിന് വരില്ല. ഇതേ സമയം സ്വപ്ന ആകെ പേടിച്ച് വിറച്ച് നിൽക്കണം കേട്ടോ. സ്വപ്നം മഞ്ജുവിനെ ഇങ്ങനെ മഹിമയെ ഇങ്ങനെ നോക്കുന്നുണ്ട്, തനിക്കൊന്നും പറയാനില്ല. ഈ സമയം ഗോപാലിനെയാണ് കാണിക്കുന്നത്. ഗോപാലൻ വന്നിട്ട് പറയാണ് അവൾക്ക് ജാമ്യം കിട്ടിയില്ല. അപ്പോൾ ഉടൻ തന്നെ ഡാഡി എത്ര പ്രാവശ്യം എല്ലാവർക്കും ജാമ്യം എടുത്തു കൊടുക്കുന്നു, എന്നാൽ എൻ്റെ ബേബിക്ക് മാത്രം ജാമ്യം കൊടുക്കാൻ ഡാഡിക്ക് കഴിഞ്ഞില്ല, എന്താ ഡാഡി അത് ചെയ്യാത്തത്? അപ്പോഴേക്കും ശാലിനി അങ്ങ് ദേഷ്യം പിടിക്കണം. നിൻ്റെ ഭാര്യയ്ക്ക് ഈ കേസും വക്കീലും ഒക്കെ ഇപ്പോൾ വെച്ചത് അച്ഛൻ തന്നെയല്ലേ, ഈ വക്കീലിന് ഫീസ് കൊടുത്ത അച്ഛൻ തന്നെയല്ലേ, പിന്നെ എന്തിനാടാ നീ നന്ദി കെട്ട വർത്താനം പറയുന്നത്? നിൻ്റെ ക്യാഷിനൊന്നല്ലല്ലോ ഡാഡി ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്, എന്നിട്ടും നീ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് കണ്ടാൽ നിന്നെ എന്താ വേണ്ടത് എന്ന് പറയുമ്പോൾ, എടി നിന്നെ പോലെയല്ല സ്വപ്ന, എന്നെപ്പോലെയല്ല സ്വപ്ന, അത് ശരി തന്നെയാണ്. കാരണം നീ എന്നെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ, കാരണം ഞാൻ ജയിലിലോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഡാഡി എന്നെ രക്ഷിക്കുന്നു, അതിന് ഞാൻ മയക്ക് കേസിൽ ഇന്നേ വരെ ജയിലിൽ പോയിട്ടില്ലടാ, അങ്ങനത്തെ പണി ഞാൻ ചെയ്യൂലടാ, നിൻ്റെ ഭാര്യ ഇത് ചെയ്തതാണ്. അത് കേട്ട ഉടനെ തന്നെ സഞ്ജയ് പറയണേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ദേഷ്യം വരുന്ന നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കേണ്ട, ഇവിടെ ആരാ ചെയ്തതെന്ന് നന്നായി അറിയാം. അപ്പോൾ അതൊക്കെ കേട്ട് ഗോപാലിന് ദേഷ്യം വരുന്നുണ്ട്. ഗോപാലൻ മിണ്ടാതിരിക്കുകയാണ്. എന്താ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ധൈര്യമുണ്ടെങ്കിൽ നീ ചുണയുണ്ടെങ്കിൽ അതിന് തിരിച്ചടി കൊടുക്കാൻ നോക്കടാ, എന്നിട്ട് കിടന്ന് വായിട്ട് അലക്കടാ, അല്ലാതെ ഡാഡിയെ എങ്ങനെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. നീ കഴിയുമെങ്കിൽ ആ മഞ്ജുവിനിട്ട് കൊടുക്ക്, അപ്പോഴേക്ക് വെടി ഞാൻ കൊടുക്കൂടി, വെടി നിന്നെ ഞാനുണ്ടല്ലോ, നീ എനിക്ക് ദേഷ്യം പിടിക്കുന്ന സമയത്ത് നീ എന്നെ എരിപിരി പേറ്റുന്ന വാക്കുകൾ പറഞ്ഞ നിന്റെ കരണക്കുറ്റി എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ചാച്ചു എടാ സഞ്ജയ് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അതോടുകൂടി ആ അടി അവിടെ നിൽക്കുന്നു കേട്ടോ. എന്നിട്ട് പറയണേ, എടി അവളെ ഞാൻ കൊന്നിരിക്കും, ആ മഞ്ജുവിനെ, അത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഇവിടെ തന്നെ ഗോപാലൻ, എടാ നീ എന്താ ഇത്ര പൊട്ടനായിപ്പോയോ, ആ ഗിരിയുടെ മുന്നിലോട്ട് നീ പോകണ്ട, ഗിരിയുടെ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിന്നെ ആംബുലൻസിലോ അതല്ലെങ്കിൽ മോർച്ചറിയിലെ ആ വണ്ടിയിലോ ആയിരിക്കും നിന്നെ കൊണ്ടുവരിക. വെറുതെ വേണ്ടാത്തത് നിൽക്കണ്ട, കിട്ടുന്നത് മേടിച്ച് വാങ്ങാൻ നിൽക്കുന്നതിനേക്കാൾ നല്ല ഇവിടെ മിണ്ടാണ്ടിരുന്നോ. എന്നിട്ട് ഷാനിയുടെ നേർക്ക് ചെല്ലണേ, എടി ഒരാൾ കത്തി നിൽക്കുന്ന സമയത്ത് ആ സമയം തന്നെ നീ എണ്ണ ഒഴിച്ചു കൊടുക്കണം, അത് നല്ല കാര്യം തന്നെ, എന്താ നിൻ്റെ പരിപാടി എന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അക്കാമയെയും അതുപോലെ മഹിമയാണ് കാണിക്കുന്നത്. അവരിങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ചൂലും കോരിയൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് സ്വപ്ന അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അക്കാമ ചോദിക്കുക, നിനക്ക് എന്താ അവിടെ പണിയൊന്നും ഇല്ലേ, നീ എന്താ പണിയെടുക്കാത്ത? അപ്പോൾ മഹിമ പറയും, ഇവൾക്ക് വേർപ്പിൻ്റെ അസുഖം ഉണ്ടെന്ന് പറയണേ. അപ്പോൾ എനിക്ക് നല്ല ചൂടാണ്, എനിക്ക് കഴിയില്ല, എനിക്ക് വേർപ്പിൻ്റെ അസുഖം ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തത്. ഓഹോ, ഇവൾക്ക് വേർപ്പിൻ്റെ അസുഖം ഉണ്ടല്ലേ, വേർപ്പിൻ്റെ അസുഖമുള്ളവർക്ക് ഞങ്ങളിവിടെ ഒരു പണി കൊടുക്കാറുണ്ട്, വേർപ്പിൻ്റെ അസുഖം ഇല്ലാത്തൊരു പണി, ആ പണി നിനക്ക് തന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് പ്രശ്നങ്ങൾ തീർന്നല്ലോ. അത് കേട്ടോടുന്നില്ല മഹിമ, ഈശ്വര എന്താണാവോ. അപ്പോഴേ നിർമ്മല അങ്ങോട്ടേക്ക് എത്തണിട്ട, എന്താ എന്താ എന്ന് ചോദിച്ച് നിർമ്മല വന്നിടുന്നതിന് നിർമ്മലയോട് പറയണേ, ഇവൾക്ക് ജോലി എടുക്കാൻ വയ്യത്രേ, ഇവൾക്ക് വേർപ്പിൻ്റെ അസുഖം ഉണ്ടത്രേ, അതുകൊണ്ട് നമുക്ക് വേർപ്പിൻ്റെ അസുഖമുള്ളവർക്ക് നമ്മളൊരു പണി കൊടുക്കാറുണ്ട്, ആ പണി ഇവൾക്കങ്ങ് കൊടുത്താലോ. ഓ ആ പണിയിലെ എന്നാവാ എന്നും പറഞ്ഞിട്ട് പിന്നീട് കൊണ്ടുപോകുന്നു. കക്കൂസ് കഴുകാനാണ് കേട്ടോ, കക്കൂസ് കഴുകാൻ കൊണ്ടുപോവാണ്. കക്കൂസ് കഴുകുന്ന ആ കഴുകൽ കാണുമ്പോൾ നിർമ്മലക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. നിർമ്മല പറയാണ്, ഇതേ ഈലിളകുന്നത് പോലെയല്ല കഴുകേണ്ടത്, ഒന്ന് ഉരച്ച് കഴുകടി എന്നും പറഞ്ഞ് വഴക്ക് പറയുമ്പോൾ സ്വപ്ന ഇതുവരെ ബുദ്ധിരാക്ഷസിയായി കളിച്ച സ്വപ്നക്ക് ഇതൊക്കെ ഒരു തിരിച്ചടിയായിട്ടോ. അക്കാമക്ക് നല്ല ചിരി വരുന്നുണ്ട്. ആ സമയം മഹിമയാണെങ്കിൽ, എന്താ സ്വപ്നയെ, എനിക്ക് വേർപ്പിൻ്റെ അസുഖം ഉണ്ടെന്ന് ഈ പണിയും തന്നിട്ട് എനിക്കിതും ചെയ്യാൻ വയ്യ, മര്യാദക്ക് ചെയ്യടി എന്ന് പറഞ്ഞു പോകുമ്പോൾ സ്വപ്നയ്ക്ക് പൊട്ടിക്കരയാൻ സങ്കടമുണ്ട്, എന്ത് ചെയ്യാൻ, കരയാൻ പറ്റുന്നില്ല. ഇതേ സമയം ഭാനുവതി അമ്മയെ കാണിക്കുന്ന എല്ലാവരും സങ്കടത്തോട് നിൽക്കുക. ഗിരിയും നിൽക്കുന്നുണ്ട്, പ്രീതിയും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭാനുവതി അമ്മ പറയണേ, എൻ്റെ മോളെ ഈ സമയം അവിടെ എന്താണ് അവൻ ചെയ്യുന്നത്, നീ എൻ്റെ മോളെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കടാ, അവളെ പുറത്തിറക്കാൻ നോക്കടാ, എന്താണ് നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ. അത് കേട്ട പ്രീതി, ഓ ജയിലിലെ സുഖവാസം അത്ര നല്ലൊന്നാവില്ല, പിന്നെ അതുമാത്രമല്ല അവളെ കൊണ്ടുവിട്ടിരിക്കുന്ന ആ മഹിമയുടെ അടുത്തോട്ടല്ലേ, മഹിമയുടെ സ്വഭാവം എല്ലാവർക്കും അറിയുന്നതല്ലേ, മഹിമ നല്ല ശിക്ഷ അവൾക്ക് കൊടുക്കുന്നുണ്ടാവും. അത് കേൾക്കുന്ന ഭാനുവതി നീ അവളെ രക്ഷിക്കടാ എന്ന് പറഞ്ഞ് ഗിരിയുടെ നേർക്കങ്ങ് ഒച്ചയെടുക്കുമ്പോൾ ഉടനെ തന്നെ ഗിരി പറയണം, ഞാൻ എന്ത് ചെയ്യാനാണ് അമ്മേ, അവളെ ഞാനൊന്ന് കാണാൻ പോയതിന് ഇന്ന് അവൾ കോടതി വെച്ച് എന്നെ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അതൊക്കെ മനസ്സിന് വേദന പോവില്ല എന്നൊക്കെ പറയുമ്പോൾ അത് അവളുടെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്. അവളുടെ വിഷമം കൊണ്ടെന്നല്ല, അവൾ ശരിക്കും മനസ്സിൽ തട്ടി തന്നെയാണ് അമ്മയെ പറഞ്ഞത്. അപ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് താഴേക്ക് മഞ്ജു ഇറങ്ങി വരുന്നത്. മഞ്ജു ആണെങ്കിൽ ഇത് കണ്ടിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഭാനുവതി അമ്മ പറയണേ, എൻ്റെ മകളെ എനിക്ക് നാളെ തന്നെ കാണണടാ, നീ എൻ്റെ കൂടെ വാ, എനിക്ക് എൻ്റെ മോളെ കാണണം എന്നൊക്കെ പറയുമ്പോൾ അവൾ അമ്മയെ കാണാൻ കൂട്ടാക്കിയെങ്കിലല്ലേ, എന്താ അവൾ എന്നെ കാണാൻ
കൂട്ടാക്കത്ത. അപ്പോൾ മഞ്ജു പറയാം അവളെങ്ങനെ കാണും, ഇതുവരെ ബുദ്ധിരാക്ഷസിയായി കളിച്ച അവൾക്ക് എങ്ങനെ നിങ്ങളൊക്കെ കാണാൻ കഴിയും, അവൾ തോറ്റിരിക്കല്ലേ, അതുകൊണ്ട് അവൾ നിങ്ങളുടെ മുന്നിലോട്ട് വരില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ. ഈ സമയം ഇവിടെ പ്രീതി എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയുള്ള ആ സംസാരം അങ്ങ് സംസാരിക്കുകയാണ്. എന്താ മഞ്ജു, അടിതെറ്റി വീണ് കിടക്കുന്ന ഈ കുടുംബത്തോട് ഇനി ഇങ്ങനെയുള്ള സംസാരം സംസാരിക്കണോ? അത് കേൾക്കുന്ന മഞ്ജു പ്രീതിയുടെ മുഖത്തടിച്ച്, അതെ നീ ഇവിടെ ഗസ്റ്റായി വന്നവളാണ്, ഗസ്റ്റായി വന്ന് നിന്നാൽ മതി, അല്ലാതെ കുടുംബകാര്യത്തിൽ ഇടപെടേണ്ട. പലപ്പോഴായി നിന്നെ മുഖത്ത് നോക്കി പറയണമെന്ന് കരുതിയതാണ്, പക്ഷെ പറയാൻ വിട്ടുപോയി. ഇനി പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല, അതുകൊണ്ട് ഇനി ഇത് ആവർത്തിച്ചാൽ നിന്റെ കരടക്കുറ്റി നോക്കി അടിക്കാനൊന്നും ഞാൻ മടിക്കില്ല. കാര്യം നീ ഞങ്ങൾക്കും ഗിരിയേട്ടനും സഹായം ചെയ്തിട്ടുണ്ട്, അത് നന്നായി അറിയാം, പക്ഷെ അത് വെച്ച് ഇനി ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് നല്ല ഒന്നൊന്നര വഴക്കങ്ങ് കൊടുക്കുമ്പോൾ അവിടെ ഒന്നും പറയാനില്ല കേട്ടോ. ഇതേ സമയം മഞ്ജു പറയുന്നുണ്ട്, എൻ്റെ അമ്മ അവൾക്ക് ശിക്ഷ കിട്ടണം, അവളെല്ലായിടത്തും വിജയിച്ച് നിൽക്കുകയായിരുന്നു. ഇത്രയും കാലം അവളെല്ലാവരെയും വേദനിപ്പിച്ച് വിഷമിപ്പിച്ച് നിൽക്കുമ്പോൾ അവൾക്കൊരു ശിക്ഷ കിട്ടിയില്ലെങ്കിൽ അവൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചും കൊണ്ടിരിക്കും. അതുകൊണ്ട് അമ്മയുടെ മകൾ ഇതോടുകൂടി നേരാവുകയാണെങ്കിൽ അതുകൊണ്ട് അമ്മ ഒന്ന് ക്ഷമിക്കുന്നത് നല്ലതാണ്. അത് കേൾക്കുന്ന ഗിരി പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല, അവളുടെ സ്വഭാവത്തിൽ യാതൊരു വ്യത്യാസവും വരില്ല, അവൾ അങ്ങനെ തന്നെ. എന്തായാലും മഞ്ജു പറയുന്നതിന് കാര്യമുണ്ട്, അവൾക്ക് ഈ ശിക്ഷ അർഹിക്കുന്നുണ്ട്, അവൾ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണിത്. ഒരു കാര്യം ഞാൻ പറയട്ടെ അമ്മേ, ഞാനും ജയിലിൽ പോയി കിടന്നതാണ്, അത് ആര് കാരണമാണെന്ന് അമ്മയും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് എന്നും ഭാനുവതിയമ്മയോട് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഇവർ രണ്ടും അകത്തോട്ട് അങ്ങ് കയറി പോകുമ്പോൾ ഇവിടെ മഞ്ജുവിനെ കുറിച്ച് പ്രീതി പറയണേ, എന്തായാലും അവൾ ആൾ മോശക്കാരത്തി ഒന്നുമല്ല, ഇങ്ങനെയൊക്കെ ഒരു കുടുംബത്തോട് ആരെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കരണക്കുറ്റി നോക്കി അങ്ങ് കൊടുത്തിട്ട്, എരുതിയിൽ എണ്ണ വയ്ക്കുന്ന നിൻ്റെ ഈ സംസാരമുണ്ടല്ലോ, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നിന്നെപ്പോലെ ഒരു കേമത്തി ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. മഞ്ജു പറയുന്നത് പോലെ ഗസ്റ്റായി വന്നവൾ ഗസ്റ്റായി നിൽക്കുക, അല്ലാതെയും കണ്ട് വെറുതെ ഇവിടെ സംസാരമുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, ഇപ്പോൾ കിട്ടിയതിനേക്കാൾ ഡബിൾ നിനക്ക് എന്നിൽ നിന്നും കിട്ടും എന്നും പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഗിരിയാണ്. ഗിരി ഇങ്ങനെ ടെൻഷൻ അടിച്ച് റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ അനിൽകുമാർ വരികയാണ്. അപ്പോൾ ഗിരിയെ വിളിക്കുകയാണ്. ആ സമയം അനിൽകുമാറിനോട് ഗിരി ചൂടാവുകയാണ്, നീ എന്തിനാടാ എൻ്റെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്, എന്താ റോഡല്ലേ, എനിക്ക് ഇതിന് നടക്കാൻ പാടില്ലേ, റോഡാണെങ്കിൽ നീ എൻ്റെ പേര് വിളിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് അവിടെ നിന്ന ഗിരി, നിന്നോട് പറയാനുള്ളത് പറയണല്ലോ, എന്തായാലും നിങ്ങൾ തറവാട് ഗുണം കാണിച്ചിരിക്കുന്നു. അത് കേൾക്കുന്ന ഗിരിക്ക് ദേഷ്യം പിടിക്കണേ, നിൻ്റെ അച്ഛൻ മയക്ക് കേസിൽ അന്ന് പിടിക്കപ്പെട്ടു, അപ്പോൾ മകളത് ചെയ്തു, മകനാണെങ്കിൽ ഒരു ഗുണ്ട, നിനക്ക് നാളെ പിറക്കുന്ന കുഞ്ഞും ഗുണ്ട, എന്തൊരു രസം. എന്നാൽ എൻ്റെ തറവാടിനെ കുറിച്ചൊന്ന് നീ ഓർത്തു നോക്ക്, ഞാൻ പോലീസുകാരൻ, എൻ്റെ മകളും പോലീസുകാരി, അപ്പോൾ ആ ഒരു ഗുണേ കാണിക്കത്തുള്ളൂ, അത് കണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഗിരിക്ക് ദേഷ്യം പിടിച്ച് അനിൽകുമാറിനെ അടിക്കണം കേട്ടോ. ഇനി മേലാൽ എങ്ങനെയുള്ള വിളച്ചിൽ നടത്തി എന്ന് പറഞ്ഞിട്ട് അടിക്കുമ്പോൾ അനിൽകുമാർ പറയുന്നുണ്ട്, ഞാനൊരു പോലീസുകാരനാണെന്ന്. താൻ റിട്ടയർഡായ പോലീസുകാരനാണ്. എന്നാൽ അങ്ങനെയല്ല ഫ്രാൻസിസ് യൂണിഫോം ഇട്ട ഫ്രാൻസിസിനെ ഞാൻ അടിച്ചിട്ടുണ്ട്, ഇനി മേലാൽ എനിക്ക് വിലങ്ങുതടിയായി നീ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് തലങ്ങും വിലങ്ങിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിയൊക്കെ വാങ്ങി ഇതിനുള്ള പ്രതികാരം നിനക്ക് ഞാൻ ചെയ്യും, എൻ്റെ മകളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിൻ്റെ മകൾ കുറേ ആയി കളിക്കൽ തുടങ്ങിയിട്ട് ഇനി അവൾക്കുള്ള ശിക്ഷ തുറന്ന് വാങ്ങുക, അന്ന് നീ പഠിച്ചോളൂ എന്നും പറഞ്ഞ് ഗിരി പോകുന്നു കേട്ടോ. പിന്നീട് സഞ്ജയാണ് കാണിക്കുന്നത്. സഞ്ജയ് സ്വപ്നയെ കാണാൻ വന്നിരിക്കുകയാണ്. സ്വപ്ന കാണുമ്പോൾ തന്നെ പൊട്ടി കരയണേ, എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് കരയണേ. അപ്പോൾ ഗോപാലൻ ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് എന്തായാലും കുഴപ്പങ്ങൾ എനിക്കിവിടെ പറ്റത്തില്ല, എന്നെ എല്ലാവരും കൂടി ഉപദ്രവിക്കണം, ആരാ നിന്നെ ഉപദ്രവിക്കുന്നതെന്ന് ഗോപാലൻ ചോദിക്കുമ്പോൾ ഇവിടെ നിനക്ക് ആരെ ശത്രു എന്ന് പറഞ്ഞ ഉടനെ തന്നെ മഹിമ വരികയാണ് കേട്ടോ. അപ്പോൾ മഹിമയെ കാണുന്ന ഗോപാലനൊന്നും ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ മഹിമ പറയണേ, ഞാനാണ് ഇവളെ എനിക്ക് കയ്യിൽ കെട്ടാൻ കാത്തിരിക്കുകയാണ്, ഇവളേക്കാൾ കൂടുതൽ നിങ്ങളെ കണ്ടതിൽ ഇന്ന് ഇവളുടെ കഷ്ടകാലമാണ് ചെടി എന്ന് പറഞ്ഞ് മുടിക്കുത്തിൽ അങ്ങ് പിടിക്കുമ്പോൾ ഗോപാലൻ പറയണേ, മേഡത്തൊന്നും കാണുന്നില്ലേ. അപ്പോഴേക്കും മഹിമ പറയണേ, മേഡം ഇവിടെ നിന്ന് പോയിക്കോളൂ, മേഡം ഇതൊന്നും കാണണ്ട എന്നും പറഞ്ഞ് പോലീസുകാരിയെ പറഞ്ഞയക്കുന്നുട്ടോ. എടി നിനക്ക് കുറേ നാളായി തരണം എന്ന് കരുതുന്നത്, പലവരെയും എനിക്ക് കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുകയാണ്, അതിൽ ഒരുത്തിയെ തന്നെ കൺമുന്നിൽ ഇങ്ങനെയിട്ട് ചെയ്യാൻ കഴിഞ്ഞ് എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ അതിഥി, അതായത് വേറൊരാളും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അക്കാമയെ കാണുന്ന കേട്ടോ. അക്കാമയെ കാണുന്ന ഗോപാലൻ ഇങ്ങനെ ഞെട്ടി നിന്നിട്ട് ഇത് അക്ഷരയാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.